പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമയം തീയ കത്തിക്കൊണ്ടിരുന്നേ. ഇപ്പോഴത്തെ സ്തോത്രം കേട്ടിട്ട് എനിക്ക് വേണ്ട ഒരു മാസമായിട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നമ്മുടെ നാട്ടിൽ ഒരു ബൾബുണ്ട്, പേര് സീറോ ബൾബ് എന്നാ. ഹല്ലേലൂയ. അത് കത്തും, കത്തിയെ കാണാനും പറ്റും, പക്ഷെ ആർക്കും കാണാൻ പറ്റില്ല. രാത്രിയും കത്തും പകലും കത്തും, പക്ഷെ അത് കറണ്ട് എടുക്കില്ല എന്ന് ആൾക്കാർ പറഞ്ഞേ, ബില്ല് വരില്ല എന്ന് പറഞ്ഞേ. ചില ബൾബുണ്ട് 100-ൻ്റെ, 200-ൻ്റെയാ, 2000-ൻ്റെ ഉണ്ട്. അത് കത്തി കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. പിന്നെ സീറോ ബൾബിനെ കാണത്തില്ല. ഇന്ന് സീറോ ബൾബ് കൊണ്ട് ആരും ഒഴിക്കുന്നത് ഇവിടെ. എല്ലാം കത്തണം, എല്ലാം കത്തണം, ഒരുമിച്ച് കത്തണം, കത്തിൽ കിടക്കണം. സീറോ ബൾബൊന്ന് മാറണം. ഹല്ലേലൂയ. അതേ ഹോട്ടലിലേക്ക് വെക്കണം 2000-ൻ്റെ. ഇന്ന് കത്തുന്ന ഒരു തീയാക്കി മാറ്റണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് കത്തുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കൈ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തണുപ്പ് മാത്രമല്ല, അകത്ത് ചൂട് വരട്ടെ, സ്വർഗത്തിലെ ചൂടകത്ത് വരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ശരിക്കും പറഞ്ഞാൽ ഒരാൾ കത്തിയ മതി, പലരും കത്തി തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. രാത്രി ഒട്ടും ഉറങ്ങാത്തവരോട് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ശരിക്കും ഉറങ്ങിയവർ ഇരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം. ഇനി ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാത്തവരും ഇരിപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവരോട് ഇരിപ്പുണ്ട്, ഒട്ടും പ്രാർത്ഥിക്കാത്തവരും ഇരിപ്പുണ്ട്. അപ്പോൾ ചോദിക്കും, പാസ് എങ്ങനെ അറിഞ്ഞു? ഒക്കെ അറിയാന്നേ. ഹല്ലേലൂയ. ഇരിപ്പ് കണ്ട് അറിയാം, പിന്നെ ഒന്നും പറയണ്ട. ഹല്ലേലൂയ. ഇരിപ്പ് കണ്ട അപ്പം കാര്യം പിടി കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയണം, ആ ഇരിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ സ്തുതിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആ ശുശ്രൂഷ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇന്ന് നമ്മളല്ല പണ്ട് കർത്താവ് പറയണം. ഹല്ലേലൂയ. പൗലോസ് പറയും, ഞങ്ങൾ എങ്ങനെയാണെങ്കിലും അവനെ പ്രസാദിപ്പിക്കാൻ ഉത്സാഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, വേറെ ഒന്നും വേണ്ട. ഇനി ഒന്നും ഇന്ന് ചെയ്തില്ലെങ്കിലും, ഇന്ന് കഞ്ഞി കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹല്ലേലൂയ, ആമേൻ. നമുക്കിന്ന് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണം. ഈ 6 ദിവസം ദൈവം നമുക്ക് തന്നു. നമ്മൾ ജോലിക്ക് പോയി, നമ്മൾ യാത്ര ചെയ്തു, നമ്മൾ പല കാര്യം ചെയ്തു. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണം. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് ഇവിടെ ദൈവം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അടുന്ന് നമ്മുടെ മടിപ്പ്, നമ്മുടെ മങ്ങിപ്പ്, നമ്മുടെ അലസത, നമ്മുടെ മടി ഇന്ന് പകല് ഒന്ന് ഒഴുകി അങ്ങ് മാറിപ്പോട്ടെ. എല്ലാം സ്തുതിച്ച്. ഹല്ലേലൂയ. എത്ര കാലമായി നീ ശരിക്കും സ്തുതിച്ചിട്ട്, എത്ര കാലമായി ഇത് കൈ അടിച്ചിട്ട്, എത്ര കാലമായി ഒരു അന്യഭാഷ പറഞ്ഞിട്ട്, എത്ര കാലമായി ദൈവശബ്ദം കേട്ടിട്ട്, എത്ര കാലമായി ഒന്ന് ബലപ്പെട്ടിട്ട്, ഇന്ന് പകലൊരു ബലം അകത്ത് വരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വാക്യം മറിക്കുന്നുണ്ട്, ഇസ്രായേലിലെ ദൈവമക്കളൊക്കെ ചെങ്കടൽ കടന്ന് ഉണങ്ങിയ നിലത്തൂടെ കടന്ന് അക്കരയ്ക്ക് പോയി. എന്നാൽ അത് ചെയ്യാൻ വേണ്ടി മിസ്രയീമിൽ നോക്കി, അവർ മുങ്ങിപ്പോയിന്ന് പറഞ്ഞു. അപ്പൊ പുറകെ വരുന്ന ചില മിസ്രയീമ ശക്തികൾ, കണ്ട കൊല്ലാൻ വരുന്ന, കിട്ടിയ തകർക്കാൻ വരുന്ന, വെല്ലുവിളിക്കാൻ വരുന്ന, നിന്റെ പുറകെ നടക്കുന്ന ചില മിസ്രയീമ ശക്തികൾ ഇന്ന് പകൽ ഇവിടെ വെച്ച് സ്വർഗത്തിലെ അപ്പന്റെ ശക്തി കൊണ്ട്, സ്വർഗത്തിലെ അപ്പന്റെ കരം കൊണ്ട് അതൊന്ന് വെട്ടി മാറ്റി കളയാൻ ഒന്ന് സ്തുതിച്ച് കയറുകേ. ഹല്ലേലൂയ, ആമേൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ആമേൻ. അപ്പൊ നേരുള്ളതാണെങ്കിൽ പറയൊന്നും വേണ്ട, വന്ന സ്തുതിപ്പ് തുടങ്ങും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ആലയത്തിലേക്ക് വരുക, ഉള്ള ഇരിപ്പ് ആലയത്തിന് പുറത്താ, കിടപ്പ് ആലയത്തിന് പുറത്താ. ആലയത്തേക്ക് വന്നിട്ട് പോലുമില്ല. കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്,
അറിവൊക്കെ ഉണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷെ അന്ന് വരെ കയറിയിട്ടില്ല. ഹല്ലേലൂയ. എപ്പോഴും പുള്ളിക്ക് ഇരിപ്പ് പുറത്താ, വർഷങ്ങളായി ഇരിപ്പാ. എന്നാൽ ദൈവം ഒന്ന് തൊട്ടു, ആ ശക്തി തിരിച്ചറിഞ്ഞു. കർത്താവിൽ നിന്നൊരു കൃപ കിട്ടി, കർത്താവിൽ നിന്നൊരു സൗഖ്യം കിട്ടി, കർത്താവിൽ നിന്നൊരു വിടുതല കിട്ടി. ഹല്ലേലൂയ. പിന്നെ പുള്ളി നടന്നും തുള്ളിയും, ഹല്ലേലൂയ, നടന്നും തുള്ളിയും കൊണ്ട് ആലയത്തിൽ കയറി. ആമേ. ഹല്ലേലൂയ. ആദ്യമായിട്ട് വന്നയാളാ. ഒരു വേദപുസ്തകം കയ്യിലില്ല, ഒരു പാട്ട് പുസ്തകം കയ്യിലില്ല. ഹല്ലേലൂയ. ആമേ. പ്രസംഗിക്കാനൊന്നും അറിയില്ല, പാടാനും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, സ്തുതിക്കാൻ അറിയാം, സ്തുതിക്കാൻ അറിയാം. നീ അത് മതിയല്ലോ, സ്തുതിക്കാൻ പഠിച്ചാൽ മതി. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ നീ സ്തുതിക്കാൻ പഠിക്ക്, നീ സ്തുതിക്കാൻ പഠിക്ക്, ദൈവത്തെ സ്തുതിക്കാൻ പഠിക്ക്. ബാക്കി പലതും പുറകെ വരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. ഞാൻ ഇന്നലെ രാത്രി അലണ്ടൗണിലാണ് താമസിച്ചത്. ഞങ്ങൾ ഇന്നലെ കാറിൽ തന്നെ ജോർജൻ കൊണ്ടുപോയി. ആമേൻ. ഇടയ്ക്ക് കുറേ കഴിഞ്ഞപ്പോഴേ ആൻറ്റി പറഞ്ഞു, പാസ്റ്റേ നീ നമ്മൾ കാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ഞെട്ടി. വാച്ച് നോക്കി, മണി 11 കഴിഞ്ഞു. പിന്നെ എൻ്റെ ഇടതുവശം ഇരുന്ന് ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അനിയച്ചാനല്ല, അലിജാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ നല്ല സീറ്റിംഗ് ആയിപ്പോയി. ഇടത്തേക്ക് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. കൃപയാൽ കാട്ടിലേക്കല്ല പോയത്, വീട്ടിലേക്ക് പോയത്. ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് ആരാധിക്കാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ശരിക്കൊന്ന് ആരാധിക്കണം. നാളെ ഇവിടെ ആരാധനയില്ല കേട്ടോ. ആമേ. ഇനി അടുത്ത ആഴ്ച ഞാനും കാണൂല ഇവിടെ. അതുകൊണ്ട് കിട്ടുന്ന സമയം നമുക്ക് ഒന്ന് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ഈ സമയം വെറുതെ കളയുന്നവരുണ്ട്. ചില ആൾക്കാർ സമയം കൊല്ലാൻ തന്നെ മാർഗുന്നു. ഞാൻ ഞെട്ടി പോലെ കേൾക്കുമ്പോൾ നമുക്ക് തികയുന്നില്ല. ഇവിടെ പ്രാർത്ഥിക്കാൻ തികയുന്നില്ല, ആരാധിക്കാൻ തികയുന്നില്ല, ഉപവസിക്കാൻ തികയുന്നില്ല, വായിക്കാൻ തികയുന്നില്ല. അപ്പോൾ ചിലർ പറയുക കൊല്ലാൻ എന്നാ ചെയ്യണമെന്ന്. അയ്യോമേ, അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കിട്ടുന്ന അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തണം. അവസരം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എപ്പോഴും ഇല്ല. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ഉണ്ടെന്ന് കൃപ. ഈ നമുക്ക് ലഭിക്കുന്ന കൃപയും കഴിവും ഒക്കെ എപ്പോഴും ഒരുപോലെ അല്ല. എന്നാൽ അവസരം കിട്ടുമ്പോൾ ആരെയും നോക്കരുത്. അവസരം കിട്ടുമ്പോൾ നീ സാഹചര്യം നോക്കരുത്, സമൂഹത്തെ നോക്കരുത്, കൂടെ ഉള്ളവരെ നോക്കരുത്, പുറകിലുള്ളവരെ നോക്കരുത്. അവരെന്ത് പറയും, അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് പറയും, ഇവരെന്ത് ചിന്തിക്കും, ഇതൊന്നും നീ ചിന്തിക്കരുത്. ഹല്ലേലൂയ. അവസരം കിട്ടുമ്പോൾ നീ പ്രാണ ചാടി വീഴ്. ആമേ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞങ്ങ് പറഞ്ഞു പോകും. ഒരു കുളത്തിൻ്റെ പേര് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ബെഥസ്ദ കുളം. ഹല്ലേലൂയ. ആ കുളത്തിൽ വിടുതലുണ്ട്, പക്ഷെ എപ്പോഴും ഇല്ല, എപ്പോഴും ഇല്ല അവിടെ. പക്ഷെ ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ. മൊത്തം രോഗികളാണ്, രോഗികളെ കൊണ്ടുവന്നവരാ. ഒരു സെക്ഷൻ മൊത്തം ക്യാൻസർ സെക്ഷനാണ്, അടുത്തത് വാതരോഗത്തിൻ്റെ സെക്ഷനാണ്, ഇപ്പുറത്ത് തലവേദനക്കാരാണ്, അപ്പുറത്ത് കാലൊടിഞ്ഞവരാണ്, ഇപ്പുറത്തെ കൈ ഒടിഞ്ഞവരാണ്, ഒരു ഭാഗത്ത് കണ്ണില്ലാത്തവരാണ്. ഇഷ്ടം പോലെയുണ്ട്. സൂചി കുത്താൻ സ്ഥലമില്ല. ഹല്ലേലൂയ. അപ്പം എല്ലാവരും വന്നേക്കണ എവിടെയാ? ഒരു കുളത്തിൻ്റെ തീരത്താ. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ ആൾ കൂടാൻ കാര്യം എന്താ? സൗഖ്യമുണ്ട്, സൗഖ്യമുണ്ട് അവിടെ. എപ്പോഴും ഇല്ലെങ്കിലും അവിടെ ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു കാച്ചപ്പൊടിച്ച് അവിടെ നിൽക്കുമോ? ആരും കാണത്തില്ല. അവിടെ ഉണ്ട്, എപ്പോഴും ഇല്ല. ഹല്ലേലൂയ. പിന്നെ ആർക്കും അറിവ് തരത്തില്ല എപ്പോഴെന്നുള്ള കാര്യം. അങ്ങനെ അറിവ് കൊടുത്താണല്ലോ പല അച്ചായന്മാരും ആ സമയത്തെ വരുള്ളൂ, പിന്നെ മാഷിയിട്ട കാണത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മിണ്ടുന്നില്ല സമയത്തെക്കുറിച്ച്. ഉണ്ട്, സമയം പറഞ്ഞിട്ടില്ല.
അല്ല, അമ്മമാർ പിന്നെ പറയാം ഡ്യൂട്ടിയല്ല അവർക്ക്, അപ്പോൾ അവരെ കിട്ടുകയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ വല്ല ലീവ് എടുത്ത് വന്നേക്കെ അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇടയ്ക്ക് ഒരു ദൂതനങ്ങ് വരും. ഒരു മനുഷ്യനും കാണൂല, ഒരു മനുഷ്യനും അറിയില്ല. ദൂതൻ വന്നോട്ട് പൊത്തൊന്നൊരു ചാട്ടം, വെള്ളം മൊത്തം കലങ്ങും. ഹല്ലേലൂയ. ആ ദൂതൻ്റെ ഒപ്പം ആര് ചാടുന്നു സൗഖ്യ. ഹല്ലേലൂയ, ആമേൻ. അതും ഇതും ചിന്തിച്ചിരുന്ന നടക്കത്തില്ല. കണ്ണ് അടയ്ക്കാതെ നോക്കിയിരുന്ന് ദൂതൻ വന്ന് ചാടുമ്പോൾ നീ ചാടണം. അന്ന് ചാടിയാൽ പിന്നെ ചാടേണ്ടി വരില്ല. ഹല്ലേലൂയ. അന്ന് ഇറങ്ങിയാൽ പിന്നെ ഇറങ്ങേണ്ടി വരില്ല. നിറയ്ക്കുന്ന, ഒരുക്കുന്ന, സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന ഒരു ശക്തി ഇതിനകത്ത് മൂവ് ചെയ്യുക. ഇന്ന് പകൽ ഇതിനകത്ത് മൂവ് ചെയ്യുക. ഒരു ശക്തി മൂവ് ചെയ്യുന്നുണ്ട്. അതറിയുന്നവരൊക്കെ ഒന്ന് സ്തുതിച്ച്, അതറിയുന്നവരൊക്കെ ഒന്ന് കരമടിച്ച് ഏറ്റെടുത്ത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യം. അടുത്ത വാക്യം. മതി. 41-ാം വാക്യം. ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടയട്ടെ. ഒരു ചോദ്യം നിൻ്റെ മുമ്പിൽ ദൈവം തരുക. ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ഹല്ലേലൂയ. യെരിഹോവിൽ വന്നു നിൽക്കുന്ന യേശു, ആമേൻ, കണ്ണ് കാണാത്തവനോട് ചോദിച്ച ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ആമേൻ. നമുക്കെല്ലാം ഒത്തിരി വിഷയങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി സാധിപ്പിച്ച് കിട്ടേണ്ട 2-3 വിഷയം മാത്രം. 1, 2, 3 വിഷയം, അപ്പുറത്തേക്ക് പോകണ്ട. 1, 2, 3 വിഷയം എല്ലാവരും ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. അതിൻ്റെ മേൽ നിൻ്റെ വിശ്വാസം കണ്ടേ. ഹല്ലേലൂയ. ഏറ്റവും അടിയന്തിരമായി സാധിപ്പിച്ച് കിട്ടേണ്ട 1, 2, 3 വിഷയം കർത്താവിനൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഈ വിശുദ്ധ സഭയിൽ അവൻ വന്നിട്ടുണ്ടല്ലോ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുമായി അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ലോകത്തിൽ ആരും അറിയാത്ത നിന്റെ കാര്യം, അപ്പൻ നോക്കിയാൽ നടക്കാത്ത കാര്യം, അമ്മ നോക്കിയാൽ നടക്കാത്ത കാര്യം, ചേട്ടൻ നോക്കിയാൽ നടക്കാത്ത കാര്യം, അനിയൻ നോക്കിയാൽ നടക്കാത്ത കാര്യം, ഇനി ആരും നോക്കിയാൽ നടക്കാത്ത കാര്യം ഇന്ന് പകല് ദൈവത്തിൻ്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവന്നേ. ഹല്ലേലൂയ. ആ വിഷയവുമായി അല്പസമയം പ്രാർത്ഥിച്ചേ, ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ഒരു പ്രൊഫറ്റിക്കൽ ആക്ടിവേഷൻ നടക്കട്ടെ. ജീസസ്, ജീസസ്, ജീസസ് അവൻ ഇതിനകത്ത് മൂവ് ചെയ്യുകയാ. എല്ലാവരും
നീ കണ്ണടച്ച് ഹൃദയം തുറന്ന് ആ വിഷയത്തെ നിന്റെ ഉള്ളിൽ നാളുകളായി നിരാശയിട്ട്, നാളുകളായി ദുഃഖമിട്ട്, നാളുകളായി നെടുവീർപ്പിട്ട് വെല്ലുവിളിക്കുന്ന ആ വിഷയവുമായി അല്പസമയം ദൈവത്തോട് യാക്കോബ് മല്ലി പിടിച്ചതുപോലെ ഒന്ന് മല്ലി പിടിച്ച് അല്പസമയം ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങാം. ആഴക്കടലിലേക്ക് ഇറങ്ങാം. ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങാം. അല്പസമയം ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങാം. എല്ലാവരും ഇറങ്ങാം. ഒരു പോർക്കളത്തിൽ നിന്നെ അവൻ കാണട്ടെ. ഒരു പോരാട്ടത്തിൽ നിന്നെ യേശു കാണട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചേ. കൂട്ട പ്രാർത്ഥന. കരയേണ്ടവർക്ക് കരയാം. ഹല്ലേലൂയ. കരയേണ്ടവർക്ക് കരയാം. സ്തുതിക്കേണ്ടവർക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രാപിക്കേണ്ടവർക്ക് പ്രാപിക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ നിന്നെ തൊടുകയോ. ദൈവമേ, കരയേണ്ടവർക്ക് കരയാം. സ്തുതിക്കേണ്ടവർക്ക് സ്തുതിക്കാം. ഇപ്പോൾ നിന്റെ സമയമാ. ഹല്ലേലൂയ. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് എന്ന് തീരുമെന്ന് നിനക്കറിയില്ല. ജീസസ് നിന്റെ പ്രാർത്ഥനയ്ക്ക് എപ്പോൾ മറുപടി എന്ന് നിനക്കറിയില്ല. എന്നാൽ ഇന്ന് അവൻ ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചു വരികയാ, ഒരുമനപ്പെട്ട് വരികയാ, ഒരാത്മാവിൽ വരികയാ, ഒരു വിശ്വാസത്തെ നിൽക്കുകയാ, ഒരു സഭയിൽ നിൽക്കുകയാ, ഒരു പുസ്തകത്തെ മുറുകെ പിടിക്കുക. ദൈവമേ ഞങ്ങളോട് കൂടെ ഇറങ്ങി വന്ന് ചില കാര്യങ്ങൾ, ഞങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് കിട്ടാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിഷയങ്ങളുമായി നിൽക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കണമേ. വിഷയങ്ങളുമായി പ്രാർത്ഥിക്കുന്ന മക്കളോട് ദൈവം ഇടപെടണമേ. ഹല്ലേലൂയ. ആമേൻ. ദൈവമേ, നിന്റെ വചനവുമായി, നിന്റെ നാമവുമായി, നിന്റെ സാക്ഷ്യവുമായി ആമേൻ കർത്താവേ നിൽക്കുന്ന ജനത്തോട് നീ സംസാരിക്കണമേ അപ്പാ. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്യണമേ. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറച്ചേ ഉള്ളൂ. ആമേൻ. അല്പസമയം നമ്മൾ ഒന്നിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കും. അതിനുശേഷം ഒരുമിച്ച് ചില കാര്യം പ്രാർത്ഥിക്കും. ആമേൻ. കർത്താവ് ഇന്ന് ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായ നിയോഗം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചില വിഷയങ്ങളെ മാറ്റിക്കളയാൻ ഒരു പ്രത്യേക നിയോഗം തന്നിട്ടുണ്ട്. അത് രണ്ടും ചെയ്യണം. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ ഒരു അടുത്ത വെള്ളിയാഴ്ച രാത്രി വരെ ഇവിടെ കാണും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പ്രാർത്ഥിക്കും. നമുക്ക് മടങ്ങി വരാം. 35 വാക്യം ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ. അവൻ യെരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. സ്ഥലം എവിടെയാ? വഴിയരികെ. സ്ഥലം യെരിഹോ. ഒന്നും നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലം, ഒരു നന്മയും ആർക്കും ഇല്ലാത്ത ഒരു സ്ഥലം, ഒരു പ്രതീക്ഷയും വെച്ചിട്ട് ഒരു കാര്യം ഇല്ലാത്ത സ്ഥലം. ആമേൻ. ആ സ്ഥലത്ത്
ആ ദിവസം യേശു വന്നു. ആമേൻ, ഹല്ലേലൂയ. ചില സ്ഥലത്തേക്ക് യേശു വരുന്നത് ആരെ അറിയിച്ചിട്ടല്ല. ആമേൻ, വരികയാണ്. ഹല്ലേലൂയ. എന്ന ഒരു കാര്യം ഉറപ്പാണ്, യേശു ഒരു കാര്യം തുടങ്ങിയാൽ അത് ഇടയ്ക്ക് നിർത്തുന്ന പരിപാടിയില്ല. ആമേൻ, ഹല്ലേലൂയ. യേശുവിന് സ്ഥലമല്ല വിഷയം, സാഹചര്യമല്ല വിഷയം, ആരൊക്കെ ഉണ്ടെന്നല്ല വിഷയം. ഹല്ലേലൂയ. അവനൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് ദൈവമക്കളെക്കുറിച്ചാണ്, ദൈവസഭയെക്കുറിച്ചാണ്, ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ആമേൻ. അവൻ യെരിഹോവിന് അടുത്തപ്പോൾ യെരിഹോവിലേക്ക് അടുക്കുകയാണ്. ശാപം നിറഞ്ഞിരിക്കുന്ന, ദൂട്ടൻ അടക്കി വാഴുന്ന, ഒന്നുകൂടെ പറഞ്ഞ കോടി കുത്തി വാഴുന്ന അങ്ങോട്ട് അവൻ അടുത്തു വരികയാണ്. യേശു അടുത്തു വരുന്നു. ഹല്ലേലൂയ, ആമേൻ. അവനെ കണ്ടത് ഒരു കുരുടൻ. ഞാൻ ചിന്തിക്കുന്നത്, കുരുടന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല്ലോ. ഹല്ലേലൂയ. കണ്ണ് തുറന്നിരിക്കുന്ന പലരും കാണാതിരിക്കുമ്പോൾ, കണ്ണ് തുറന്നിരിക്കുന്ന പലരും അറിയാതിരിക്കുമ്പോൾ, കഴിവുള്ള പലരും കാണാതിരിക്കുമ്പോൾ, കഴിവില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, ആമേൻ ആമേൻ ആമേൻ, ഒരു ജോലിയില്ലാത്ത, ഒരു വീടില്ലാത്ത ഒരുത്തന് അറിവ് കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മീയന്മാർക്ക് തിരിച്ചറിയാം. പ്രാർത്ഥിക്കുന്നവർക്ക് കണ്ടറിയാം. വിശ്വസിക്കുന്നവർക്ക് കണ്ടറിയാം. ഹല്ലേലൂയ. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ്റെ പണി അതാ. ഹല്ലേലൂയ. അവൻ ഇരിക്കുകയാണ്. ആമേൻ. അവന് കാഴ്ചയില്ലെങ്കിലും കേൾവിയുണ്ട്. ആമേൻ. പുറത്തെ കണ്ണ് കാണാൻ പറ്റുന്നില്ലെങ്കിലും യേശു വന്നാൽ അത് തിരിച്ചറിയാൻ, യേശു വന്നാൽ ആമേൻ ആദ്യം വരുവാൻ, ആദ്യം അറിയുവാൻ, ആദ്യം വിളിപ്പാൻ ഒരു കൃപ അവൻ പ്രാപിച്ചതാ. ആമേൻ, ഹല്ലേലൂയ. അടുത്ത നോക്കി നോച്ചട്ടെ. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇത് എന്ത് എന്ന് അവൻ ചോദിച്ചു. അടുത്തത്, നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. ചോദ്യം, ഇതെന്താ? ഈ ഒച്ച കേൾക്കണ്ട്, കയ്യടി കേൾക്കണ്ട്, മൈക്കിൽ കൂടെ കീബോർഡിൻ്റെ ഒച്ച കേൾക്കണ്ട്, സ്വത്രം ഡ്രമ്മടി കേൾക്കണ്ട്, അല്ല പാട്ട് കേൾക്കണ്ട്, പലരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് എന്താ ഒന്നും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉത്തരം യേശു കടന്നു വരുന്നതാ. ഉത്തരം യേശു വരുന്നതാ. യേശു വന്നാൽ അടങ്ങിയിരിക്കാൻ പറ്റൂല. യേശുവിനെ കുറിച്ച് കേട്ടാൽ മിണ്ടാതിരിക്കാൻ പറ്റൂല. യേശുവിനെ അറിയുന്നവര് ഈ വാക്ക് കേട്ടാൽ നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂല. കാര്യം, ഈ വാക്കിനകത്തൊരു ശക്തിയുണ്ട്. എത്ര പേര് ലോകത്തുണ്ട്, സുന്ദരം പേരുകൾ, സൗന്ദര്യമുള്ള പേരുകൾ, അർത്ഥമുള്ള പേരുകൾ, എത്ര പേരുണ്ട്. ആ പേരൊന്നും കേട്ടാൽ ആർക്കൊരു കുലുക്കമില്ലല്ലോ, ആർക്കൊരു അനക്കമില്ലല്ലോ. ഈ പേര് കേട്ടാ മതി. ഈ പേര് കേട്ടാ മതി. ഹല്ലേലൂയ. അനങ്ങാത്തവൻ അനങ്ങും, കുലുങ്ങാത്തവന് കുലുങ്ങും.
ആമേ. വിറയ്ക്കാത്തവൻ വിറയ്ക്കും, അറിയാത്തവൻ അറിയും. ഇതിനകത്തൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഏത് കാലത്തും ഏത് സഭയിലും ഏത് വീട്ടിലും വേണ്ടത് ഈ പേരാ, ഈ ശക്തിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്നുകൊണ്ട് വാക്കുകൾ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഒന്ന് ഉറക്കെ വായിച്ചട്ടെ. ചുറക്കം വായിക്കുക. റീനൊക്കെ ഒച്ചയുള്ള ആളാ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബെത്തപ്പെട്ട് ചെന്നു. പിന്നെ പറയാൻ മതി. അമ്മേ, റേച്ചലാൻ്റെക്ക് ഒന്ന് ഒച്ച കുറവാണ്, കാരണം അത് വയ്യാത്ത ആളാണ്. റീനയ്ക്ക് ചെന്നാൽ ഒച്ചയുള്ള ആളാണ്. ഇനി എൻ്റെയൊക്കെ അപ്പോൾ ഒച്ച ഉള്ളവർ ഒച്ച ഇല്ലാത്തവരെ പോലെ പ്രാർത്ഥിക്കരുത്, വായിക്കരുത്. ആമേ. ഹല്ലേലൂയ. ആമേൻ. മടങ്ങി വരാം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് എന്താ മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബെത്തപ്പെട്ട് ചെന്നു. ആരായി മറിയ? മാതാവ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ടാ പുറപ്പെട്ടകണേ. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതാ കേട്ട ദൂത്. ഹല്ലേലൂയ. നിന്റെ അകത്തൊരു ശിശു ജനിക്കും, അവന്റെ പേരാ യേശു. ഹല്ലേലൂയ. അമ്മയ്ക്ക് കൃപ കിട്ടിയാൽ അത് മക്കളിലേക്ക് പകരും. അപ്പന് കൃപ കിട്ടിയാൽ അത് മക്കളിലേക്ക് പകരും. ഭാര്യയ്ക്ക് കൃപ കിട്ടിയാൽ അത് ഭർത്താവിലേക്ക് പകരും. ഭർത്താവിന് കൃപ കിട്ടിയാൽ അത് മക്കളിലേക്കും ഭാര്യയിലേക്കും പകരും. ഹല്ലേലൂയ. കാരണം പുരുഷൻ സ്ത്രീക്ക് പലയാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടി, ദൂത് കേട്ട് ഇറങ്ങി തിരിച്ചേക്കാം. എവിടെയാണ് പോണത്? സെഖര്യാവിൻ്റെ വീട്ടിൽ. ഈ സെഖര്യാവിൻ്റെ ഭാര്യ എലിസബത്ത് വളരെ വാർദ്ധക്യ കാലത്ത് ദൈവം കൊടുത്ത ഒരു സന്തതിയാണ് യോഹന്നാൻ. യേശുവിൻ്റെ അമ്മ മറിയം കന്യകാകാലത്തിൽ ദൈവം കൊടുത്ത സന്തതിയാണ് യേശു. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൂതൻ വന്ന് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, അവൻ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ പോക്ക് ശകരൻ വിളിച്ചു ചെന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച്. സെഖര്യാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളെ അവളുടെ ഗർഭത്തിൽ തുള്ളി. ഹല്ലേലൂയ. ഈ ചെറിയൊരു സംഭവം നടക്കുമ്പോൾ 4 പേരവിടെയുണ്ട്. 2 പേര് ജനിച്ചിട്ടില്ല, 2 പേര് ജീവിക്കുക. ഒന്നൊരു കൊച്ചു പെങ്കൊച്ച്, നമ്മുടെ ഫേവറേറ്റിലുള്ള ആൾ. അടുത്തത് ഒരമ്മച്ചി. ഹല്ലേലൂയ. നല്ല പ്രായമുള്ള അമ്മച്ചി. അമ്മേ, ഈ മറിയയുടെ ഉദരത്തിന് യേശു കിടക്കുക, അമ്മച്ചിയുടെ ഉദരത്തിന് യോഹന്നാൻ കിടക്കുക. നമ്മൾ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു വിശുദ്ധ ഇമ്പനോ ഹഗ് വയ്ക്കുന്ന പോലെ ഈ മറിയ ഓടിച്ചെന്ന് അമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് ഹല്ലേലൂയ എന്നൊരു വാക്ക് പറഞ്ഞു. അതാ സംഭവം. ആ വാക്ക് പറയല്ല. എന്താ പറഞ്ഞേ? എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, പരിശുദ്ധാത്മാവ് നിറയാൻ പ്രായം തടസ്സമാണോ വെച്ചാ? അല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയാൻ ആരോഗ്യം തടസ്സമാണോ? ഒന്നുമല്ല. പ്രായവും തടസ്സമല്ല, ആരോഗ്യവും തടസ്സമല്ല, സമയവും പ്രശ്നമല്ല, സാഹചര്യവും പ്രശ്നമല്ല. പക്ഷെ നിനക്കൊരു മനസ്സ് വേണം. ഹല്ലേലൂയ. ചിലർ പറയും, പാസ് ഞാൻ എനിക്ക് പ്രായമൊക്കെ ആയാലും ഇനിയിപ്പോൾ എങ്ങനെയാ, എനിക്ക് എങ്ങനെ പോയാൽ മതി, അങ്ങനെ പോയാൽ മതി, അങ്ങനെ പോക്കും.
ഇങ്ങനെ പോയാൽ പോരാന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ പോയാൽ മതിങ്ങി പിന്നെ എന്നാ ചെയ്യാൻ പറ്റണേ? ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അമ്മച്ചി ഇപ്പോൾ എന്താ? ആത്മാവിലായിരിക്കുക. അപ്പം ആത്മാവ് നിറഞ്ഞെങ്കിലേ ദൈവമക്കൾ ബലപ്പെടുകയുള്ളൂ. ഞങ്ങൾ ഈ തല്ലിപ്പടയ്ക്കുന്നതും ചങ്കടിക്കുന്നതൊക്കെ ഈ ആത്മാവ് നിറയാൻ വേണ്ടിയാ. നിങ്ങളൊക്കെ ഒന്ന് നിറയണമെന്ന്, എല്ലാവരും ഒന്ന് നിറയണമെന്ന്, നിറയാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ, ആത്മാവിൽ നിറയണം. ഹല്ലേലൂയ. അപ്പോൾ എലിസബത്ത് ഇപ്പോൾ ആമേൻ ഒരു കൊച്ചു പെങ്കൊച്ചിനെ കണ്ട് സ്തോത്രം പറഞ്ഞപ്പോൾ ആത്മാവിൽ നിറഞ്ഞു. പ്രസംഗം കേട്ടില്ലെങ്കിലും നിറയാൻ പറ്റും. ഹല്ലേലൂയ. വീട്ടിലാണെങ്കിലും നിറയാൻ പറ്റും, ജോലിയിലാണെങ്കിലും നിറയാൻ പറ്റും, ഡ്രൈവ് ചെയ്തുവാണെങ്കിൽ നിറയാൻ പറ്റും. ഹല്ലേലൂയ. അതിന് തക്കവണ്ണം ഒരു ക്രമീകരണം വേണം. ഇനി നമ്മൾ താഴോട്ട് വായിക്കും. അടുത്ത വായിക്കുന്ന വെച്ചോളൂ. അവിടെ മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളെ അവളുടെ ഗർഭത്തിൽ തുള്ളി. പ്രൈസ് ദി ലോർഡ്. ഈ പിള്ള ഏതാ? യോഹന്നാൻ. ഹല്ലേലൂയ. ഈ കൊച്ചൻ ലോകം കണ്ടിട്ടില്ല, വേദവസ്തം വായിച്ചിട്ടില്ല, സമയത്തിന് പോയിട്ടില്ല, ഒരു വീട്ടുപ്രാർത്ഥനയ്ക്ക് പോലും പുള്ളി പോയിട്ടില്ല. ഹല്ലേലൂയ. സ്വന്തം അപ്പനെ പോലും കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ. ഹല്ലേലൂയ. ശബ്ദം കേട്ടിട്ടുമില്ല. പുള്ളി മിണ്ടായിരിക്കുക, അവിടെ കുറച്ച് നാളായിട്ട് മിണ്ടായിരിക്കുക. ഹല്ലേലൂയ. അപ്പന്മാര് മിണ്ടാതിരിക്കുമ്പോൾ മക്കൾ ഇവിടെ തുള്ളാൻ തുടങ്ങുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം കേട്ടപ്പോൾ ആരാധന തുടങ്ങി. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒന്ന് കൈ അടിക്കണമെങ്കിൽ ആരെല്ലാം കുത്തി പോക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോഴേക്ക് വന്ന് തുള്ളാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകം കാണും മുമ്പ്, ലോകത്തിൽ ജനിക്കും മുമ്പ്, സഭയിൽ വരും മുമ്പ്, സ്നാനപ്പെടും മുമ്പ്, ആമേൻ ആമേൻ, ഇവൻ ആരാധന ആരംഭിച്ചു. അപ്പൊ ആരാധിക്കാൻ ഇതൊന്നും ഒരു തടസ്സം അല്ല. ചർച്ച എവിടെയാ? അമ്മയുടെ വയറാ. ഹല്ലേലൂയ. അപ്പൊ ആരാധന ആരംഭിച്ചു. അപ്പൊ നോക്കിയേ, യോഹന്നാൻ തീ പോലെ കത്തി ആരാധിക്കുക. എലിസബത്ത് വളരെ പ്രായം, പക്ഷെ തീ പോലെ ആത്മാവിൽ നിറഞ്ഞിരിക്കുക. അപ്പൊ ദൈവമക്കൾക്കും ദൈവഭവനങ്ങൾക്കും ദൈവസഭയ്ക്കും വേണ്ടത് ആത്മനിറവ്. ആമേൻ. ആരാധന. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അപ്പോൾ മറിയ വചനത്താൽ നിറഞ്ഞ് വായിച്ചാൽ മൊത്തം വചനം. ഹല്ലേലൂയ. ആമേൻ. മറിയ പറയുന്ന പോലെ കാര്യമുണ്ട് അല്ലേ? വായിക്കണം. പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എന്ന് പോയി വായിച്ചോ. ഹല്ലേലൂയ. പിന്നെ മൊത്തം വചനം ഇറങ്ങി വരുക, കംപ്ലീറ്റ് ദൂത. ഹല്ലേലൂയ. അപ്പോൾ ഒരാൾ അമ്മച്ചി ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു, പിള്ള ആരാധനയിൽ നിറഞ്ഞിരിക്കുന്നു, മാതാവ് മറിയ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈ മൂന്ന് നിറവുണ്ടെങ്കിൽ നീ എവിടെ ചെന്നാലും, ഏത് വീട്ടിൽ പാർത്താലും, ഏത് കാട്ടിൽ പാർത്താലും, ഏത് നാട്ടിൽ പാർത്താലും, ഇനി കൊട്ടാരത്തിലാണെങ്കിലും ഇനി ഷെഡിലാണെങ്കിലും, ഹല്ലേലൂയ, ഇത് മതി, ഇത് മതി, ഇത് മതി, ഇതൊരു സമ്പത്താ. ഹല്ലേലൂയ. അപ്പൊ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുക മറിയ വചനത്താൽ നിറഞ്ഞിരിക്കുന്നു. അത് വളരെ അത്യാവശ്യം. യോഹന്നാനെ ആരാധിച്ച് തുള്ളിച്ചാടുന്നു, വളരെ അത്യാവശ്യം. യോഹന്നാൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ മറിയയുടെ ഉദരത്തിൽ യേശു ഇരിപ്പുണ്ട് അല്ലേ? യേശു തുള്ളിയോ? തുള്ളിയൊന്നുമില്ല. യേശു തുള്ളിയില്ല. യേശു വചനം വല്ലതും പറഞ്ഞോ? മിണ്ടിയില്ല. യേശു
ആത്മാവിൽ നിറഞ്ഞോ? നിറഞ്ഞുമില്ല. എല്ലാം കണ്ട് എല്ലാം കേട്ട് മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. അന്ന് മിണ്ടാതെ ഇരുന്നവൻ ഇന്ന് ജനകോടികളെ മിണ്ടുന്നവരാക്കുക. അന്ന് തുള്ളാതിരുന്നവൻ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആമേൻ ആമേൻ ജനത്തെ തുള്ളിക്കൊണ്ടിരിക്കുക. അന്ന് നിറയാതിരുന്നവൻ ജനകോടികളെ നിറച്ചോണ്ടിരിക്കുക. അന്ന് വചനം പറയാത്തവൻ വചനം ജഡമായി ലോകത്തിൽ വെളിപ്പെട്ടവനാ. ഹല്ലേലൂയ. അവൻ തുള്ളുന്നവനും തുള്ളിക്കുന്നവനും നിറയ്ക്കുന്നവനും നടത്തുന്നവനും വിടുവിക്കുന്നവനുമാ. ഹല്ലേലൂയ. ആമേ. ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചിയുണ്ട്. ഹല്ലേലൂയ. അമ്മച്ചിയുടെ മോനൊരു പാസ, നല്ല ദിവസം അവിടെ പാസ, 75-80 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ അമ്മച്ചിക്ക് ഒരു അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്ന് നടന്നു. വാരി കൂട്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICU കയറ്റി. മിടുക്കന്മാരെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു രക്ഷയില്ല. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. ഇപ്പോൾ പ്രായമായി, സമയമായി, ഓറായിരുന്നു എൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞു. എല്ലാവരും അറിയിച്ചു. എല്ലാവരും വന്നു കണ്ടു, പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവും പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ICU കിടന്ന അമ്മച്ചി വീട്ടിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ICU കിടക്കുന്നവരെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ അമ്മച്ചിക്ക് സൗഖ്യം കിട്ടി. സൗഖ്യം കിട്ടിയപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, അമ്മച്ചി ഒരു അത്ഭുതം, പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം, യാത്ര ചെയ്യരുത്, ജോലി ചെയ്യരുത്, വിയർക്കരുത്, കംപ്ലീറ്റ് സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. ശരി സാറേ, എല്ലാം ചെയ്തോളാം. അങ്ങനെ അമ്മച്ചി വീട്ടിൽ വന്നു. ഒരു 4 ദിവസം വീട്ടിലിരുന്നു. അമ്മച്ചി അങ്ങ് മുഴുവൻ ഈ പായുള്ള അമ്മച്ചിമാർക്ക് ചുമരിക്ക് വലിയ പ്രയാസം. അവരങ്ങ് മടുത്തു, അവരും വിഷമിച്ചു. 4-ാം ദിവസം ഞായറാഴ്ചയാണ്. പാസ് ഒരു അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ട, ഇപ്പോൾ സഭയിൽ ഒരു അമ്മച്ചി സഭയെ കൊണ്ടുപോയി. നമ്മുടെ വിനുപതിൽ ഇരിക്കുമ്പോഴും ഏറ്റവും പുറകിൽ ഒരു കസേരയിട്ട് അമ്മച്ചി അവിടെ എത്തി. പ്രത്യേകം മിണ്ടരുത്, അനങ്ങരുത്, എല്ലാം കണ്ടാൽ മാത്രം മതി. ശരി മോനെന്ന് പറഞ്ഞു. അമ്മച്ചി കസേരയ്ക്ക് എത്തിയിരിക്കുക. ദൈവമക്കളൊക്കെ വന്നു, ദൈവദാസന്മാരൊക്കെ വന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒരുമിച്ച് കൂടി നല്ല ആരാധന. തീ കത്തുക. എല്ലാവരും ആത്മാവിലായി. ഈ പാസ്റ്റർമാർ ഞങ്ങൾ ഇടയ്ക്കൊന്ന് കണ്ണുറന്ന് നോക്കും, നിങ്ങളൊക്കെ ആരായിക്കെന്ന് പറയാൻ വേണ്ടി. കണ്ണടച്ച് തുടങ്ങുമെങ്കിലും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കും, ആരൊക്കെയാണ് മൗനം വരിക്കുന്നത് അറിയാൻ വേണ്ടി. ഈ പാസ്റ്റർ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി ആത്മാവിലാണ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ചങ്കത്ത് കഴിച്ചു. ദൈവം എന്തോരം പൈസ കൊണ്ട് കൊടുത്ത ആശുപത്രിയിൽ. ചത്തുപോയെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. പ്രാർത്ഥിച്ച് മാത്രം കിട്ടിയ അമ്മച്ചിയല്ലേ. ഇപ്പം അമ്മച്ചി നിർത്തത്തില്ല, ഭയങ്കര നിർത്തത്തില്ല. പാസ്റ്റർ ചങ്ക് പൊട്ടി. പാസ്റ്റർ വേഗം അവിടെ ചെന്നു, ഒറ്റ ഓടിക്ക് അവിടെ ചെന്നു, അടുത്ത് ചെന്നു. തലേ കൈവച്ചു. സ്വതന്ത്രം. അമ്മച്ചി ഇരിക്കുന്നു പറഞ്ഞു. അമ്മച്ചി നൃത്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയും പറഞ്ഞു അമ്മച്ചി ഇരിക്കുന്നു പറഞ്ഞു. അമ്മച്ചി ഒന്നുകൂടെ കുതിക്കുക. പിന്നെയും പറഞ്ഞു അമ്മച്ചി കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് തന്നെ പറയാം. അമ്മച്ചിക്ക് ദേഷ്യം വന്നു. അമ്മച്ചി ഒറ്റ വാക്ക് പറഞ്ഞു, പോ പിശാചെ വിട്ടു പോന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്ക് അമ്മച്ചി പറഞ്ഞത്, എടാ ഞാൻ ചത്തുപോയിന്ന് എല്ലാവരും വിധി എഴുതിയതാ. ഹല്ലേലൂയ. ആൾക്കാരെ മുഴുവൻ അറിയിക്കാൻ ഡോക്ടർമാർ പറഞ്ഞതാ. ഹല്ലേലൂയ. ഇനി ഒരിക്കലും ഞാൻ ജീവിക്കില്ലെന്ന് മെഡിക്കൽ ശാസ്ത്രം പറഞ്ഞതാ. എന്നെ വിടിവിച്ചത് എൻ്റെ ദൈവമാ, എന്നെ രക്ഷിച്ചത് എൻ്റെ ദൈവമാ. എൻ്റെ ആയുസ് ദൈവത്തിനാ, എൻ്റെ ആരോഗ്യം ദൈവത്തിനാ, എൻ്റെ ആരാധന ദൈവത്തിനാ, ഞാൻ ദൈവത്തിനാ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അന്ന് യേശു തുള്ളി ഇല്ലെങ്കിൽ ഇന്ന് അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും പാസ്റ്റർമാരെയും ആമേൻ കുഞ്ഞുങ്ങളെയും അവൻ തുള്ളിക്കുന്നവനാ. ഹല്ലേലൂയ. ഇവിടെ തുള്ളുന്നവൻ ലോകത്ത് നിൽക്കും. ഹല്ലേലൂയ. ഇവിടെ പ്രാപിക്കുന്നവൻ ലോകത്തെ ജയിക്കും. ഇവിടെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കും. ഇത് നിന്റെ ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. യെരിഹോവിൽ യേശു വന്നു. പ്രൈസ് ദി ലോർഡ്. സമയം തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു കുരുട നിൽക്കുക ഇരിക്കുക. അവൻ അറിഞ്ഞു യേശു വരുന്ന കാര്യം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവനോട് യേശു ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആമേൻ. ഹല്ലേലൂയ. തൊട്ട് മുകളിൽ വായിച്ചാൽ ഇവൻ്റെ നിലവിളി കേട്ട്, ഇവൻ്റെ ശബ്ദം കേട്ട് യേശു അവിടെ നിന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. പല മാന്യന്മാരുണ്ടെങ്കിലും ഈ ഒരു നിലവിളിക്ക് മുമ്പിൽ അവൻ അവിടെ നിൽക്കുക. ഹല്ലേലൂയ. ഒരുത്തൻ്റെ നിലവിളി യേശുവിൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ അവൻ അവിടെ നിൽക്കുക. ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂല. ആരോ നിലവിളിക്കുന്നുണ്ട്. ആരോ നിലവിളിക്കുന്നുണ്ട്. പുരുഷാരം ഒച്ച വയ്ക്കുന്നുണ്ട്. പുരുഷാരം സ്തുതിക്കുന്നുണ്ട്. പുരുഷാരം ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് നിന്ന് ആരോ കരയുന്നുണ്ട്. ഇടയ്ക്ക് നിന്ന് ആരോ വിതുമ്പുന്നുണ്ട്. അത് സ്വർഗത്തിലെത്തി. അത് യേശുവിന്റെ മുമ്പിലെത്തി. അവൻ ചോദിക്കുകയോ, ആരോ കരയുന്നുണ്ട്. ഞാൻ ആ കരച്ചിൽ കേൾക്കുന്നുണ്ട്. എനിക്ക് പ്രവർത്തിച്ചേ പറ്റൂ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്ത സർവീസ് ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടയട്ടെ. എല്ലാവരും എഴുന്നേറ്റേ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റേ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതായാലും നമുക്കിന്ന് ഞായറാഴ്ചയാണല്ലോ. നമ്മളിന്ന് ആരാധിക്കാൻ വന്നവരല്ലേ. അല്പസമയം പോട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യേശു ഒരു ചോദ്യമായി വന്നിക്കുക, ഞാൻ എന്തു ചെയ്യണം? നമ്മൾ ആരംഭത്തിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വന്ന യേശു പ്രവർത്തിക്കാൻ തയ്യാറാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. രോഗനിമിത്തം വളരെ ഭാരപ്പെടുന്നവർ മാത്രം മുൻപോട്ട് വന്നാട്ടെ. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ.